Yes guys, IQOO Z11x എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിവൈസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാതെ നിങ്ങൾ ഈ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% പണി കിട്ടും. ഐ മീൻ ഈ ഒരു ഫോൺ നിങ്ങൾക്കുള്ളതാണോ ആർക്കുള്ളതാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് സിംപ്ലി ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹേ ഗൈസ്, ഐ എം ആസിഫ് മുഹമ്മദ്. യു ആർ വാച്ചിങ് ടെക്കി വിസാർഡ്. സബ്സ്ക്രൈബ് ചെയ്തോ, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തോ, ഹൈപ്പ് ഒക്കെ കൂട്ടിക്കോ. ഇനിയും ഇതിലത്തെ കുറേയധികം കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ നല്ല ഗുണമുള്ള കാര്യങ്ങളായിരിക്കും ഫോർ ഷുവർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ IQOO Z10x, Z11x, Z9x എന്നീ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് അധികം പൈസയൊന്നും ചെലവാക്കാതെ ബഡ്ജറ്റിൽ പിടിച്ചുകൊണ്ട് നമുക്കൊരു ഫോൺ വേണം. ഈ IQOO Z11x എന്ന് പറയുന്ന ഫോൺ അല്ലെങ്കിൽ IQOO ഒരു സീരീസിൽ എപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുക പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫോണുകൾ തരുന്നതിനേക്കാളും കുറേയധികം ഞെട്ടിക്കുന്ന ഫീച്ചേഴ്സ് അവർ കൊണ്ടുവരും. പക്ഷേ മൊത്തത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഇത് ബഡ്ജറ്റ് പിടിച്ചു വരുന്ന ഒരു ഫോണാണെന്ന് ഞാൻ പറഞ്ഞു. അണ്ടർ 20,000 ആണ് അവർ പിടിക്കുന്നത്. പക്ഷേ പ്രൈസ് ഡീറ്റെയിൽസ് എനിക്കിപ്പോൾ കറക്റ്റ് അറിഞ്ഞുകൂടാ, ഞാൻ അത് കമന്റിൽ പിൻ ചെയ്തേക്കാം. സോ ആ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ നിങ്ങൾ മനസ്സിൽ കണ്ടേക്കാം. ഈ ഒരു ഫോണിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ബിൽഡ് പറഞ്ഞുതരാൻ തുടങ്ങാം. ദിസ് ഇസ് ആക്ച്വലി എ ബൾക്കി ഫോൺ. നിങ്ങളൊരു കോമ്പാക്ട് ഫോൺ അല്ലെങ്കിൽ കയ്യിൽ ഒതുങ്ങുന്ന ഫോൺ അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് പെട്ടെന്നൊക്കെ എടുത്ത് അല്ലെങ്കിൽ പേഴ്സിൽ നിന്ന് പെട്ടെന്നൊക്കെ എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ ഇത് ഇച്ചിരി ബൾക്കിയാണ്. ബിക്കോസ് ഇതിനകത്ത് വലിയ ബാറ്ററി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിൽ നമ്മൾ പിടിച്ച് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കോമ്പാക്ട് ഫോൺ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കുള്ള ഫോണല്ല ഇത്. 223 ഗ്രാമാണ് വെയിറ്റ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ അത് വരുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഓപ്പോ ഫോണുകളൊക്കെ നമ്മൾ കണ്ടുവന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്. അതായത് റഫ് യൂസ് ആണ്, പെട്ടെന്ന് താഴെ വീഴുന്ന ഇമ്പാക്റ്റ് ഒക്കെ നടക്കുന്നൊരു യൂസ് ആണ് നിങ്ങളുടെയെങ്കിൽ ആശാൻ സേഫ് ആയിരിക്കും. ആ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ അത് വരുന്നുണ്ട്. IP68ന്റെയും IP69ന്റെയും ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ സത്യം പറഞ്ഞാൽ മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പെർഫോമൻസ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ അധികം പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അധികം പൈസ ചിലവാക്കാതെ നമ്മളൊരു എൻട്രി ലെവൽ ഫോൺ എടുക്കുമ്പോൾ അതിൽ നല്ലൊരു പെർഫോമൻസ് ആണ് IQOO ഓഫർ ചെയ്യുന്നത് ഇത്രയും നാളും. IQOO Z11x അകത്ത് വരുന്നത് മീഡിയാടെക്കിന്റെ Dimensity 7400 ടെർബോ പ്രൊസസ്സറാണ്. 4 നാനോമീറ്റർ പ്രൊസസ്സറാണ്. UFS 3.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിംസ് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ള ഫോണിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ. ഞാൻ പറയുന്നത് ഏറ്റവും ടോപ്പ് പെർഫോമൻസ് ഉള്ള ഫോണോ അല്ലെങ്കിൽ അങ്ങനല്ല, ഈ ബഡ്ജറ്റിൽ ഈ ഒതുങ്ങിക്കൂടുന്ന ഒരു ബഡ്ജറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോക്കസിങ് അല്ലെങ്കിൽ ഞെട്ടുന്നൊരു കാര്യമാണ് ഇതിന്റെ ബാറ്ററി. 7200 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. അത് കമ്പനി അഷ്യൂർ ചെയ്യുന്നത് 6 ഇയർ പ്ലസ് ബാറ്ററി ഹെൽത്ത് അഷ്യൂർ ചെയ്യുന്നുണ്ട്. 40 hours ഓഫ് വീഡിയോ പ്ലേ ബാക്കും. അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഒന്നിൽ കൂടുതൽ ദിവസം 2 ദിവസമൊക്കെ സുഖമായിട്ട് ബാറ്ററി ബാക്കപ്പ് തരുന്ന ഒരു ഡിവൈസ് ആണിത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ ശ്രദ്ധിക്കുക, 6.76 ഇഞ്ചിന്റെ ഒരു വലിയ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാം. പക്ഷേ ഇതിനകത്ത് നല്ല ആനച്ചിന്നും ബെസൽസും ഉണ്ട്. അതായത് ഈ സൈഡിലുള്ളതാണ് ബെസൽസ്, ഈ കാണുന്നതാണ് ചിഹ്ന്. അത് നമുക്ക് മനസ്സിലാവും അത്യാവശ്യം വലിപ്പമുണ്ടെന്ന്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്, അതിൽ നോച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല. ബട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പം നമുക്ക് ആ ഒരു ബെസലുള്ള ഫോണാണ്, ചിന്നുള്ള ഫോണാണ്, ബഡ്ജറ്റ് ഫോണാണ് എന്നൊരു ഫീൽ ഉണ്ട്. 120 Hz റീഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്ന ഒരു ഡിസ്പ്ലേയിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. ബട്ട് ദിസ് ഈസ് ആൻ LCD ഡിസ്പ്ലേ, നോട്ട് AMOLED ഓർ സംതിങ്. അവിടെ ചെറിയൊരു കോംപ്രമൈസ് വരുന്നുണ്ട്. ബിക്കോസ് ബഡ്ജറ്റാണ്, പിടിക്കണം. അതുകൊണ്ട് അവിടെ ചെറിയ രീതിയിൽ നമ്മൾ പിടുത്തം കൊടുക്കുകയാണ്. LCD എന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല, LCDയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ബട്ട് ഇത് LCD ഡിസ്പ്ലേ ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ഈ ഫോൺ ചാടി കയറി എടുത്തിട്ട് LED വേണമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസിനാണ് ഫോൺ വേണ്ടെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇതിനകത്ത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ട് വരുന്നുണ്ട് വിത്ത് ഡോൾബി അറ്റ്മോസ്. ദാറ്റ്സ് ഗ്രേറ്റ്. 400% വോളിയം ബൂസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഫോണിനേക്കാളും എന്ത് പറയുന്നത് ആന വോളിയം ആണെന്നൊന്നും അല്ല. ബട്ട് വോളിയം ബൂസ്റ്റ് ആവുന്ന രീതിയിലൊരു ടെക്നോളജി ഇതിനകത്തുണ്ട്. വിവോ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അതിൽ 200%, 100 കഴിഞ്ഞ് 200 അങ്ങനത്തെ സാധനം ഉണ്ട്. അപ്പോൾ ഇതിൽ 400% വരുന്നുണ്ട്, വിച്ച് ആക്ച്വലി ഡസൻ മീൻ 400 ഭൂമി കുലുക്കും. ബട്ട് വോളിയം ബൂസ്റ്റ് ആവുന്നുണ്ട്. ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആ ഒരു ബഡ്ജറ്റിൽ മാക്സിമം മൾട്ടിമീഡിയ കൂട്ടാനാണ് ഇവർ നോക്കുന്നത്. പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, 1-2 സ്കോർ 1 million പ്ലസ് 1-2 സ്കോർ അതിനകത്ത് വരുന്നത്. PUBG, ഫ്രീ ഫയർ എന്നീ പറയുന്ന ഗെയിമുകളൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും ഈ ബഡ്ജറ്റിൽ. ഓക്കെ, ഇനി ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ റിയർ ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ 32 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 4K റെക്കോർഡിംഗ് തരുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി ഗ്രേറ്റ്. ബിക്കോസ് ഈ ഒരു ബഡ്ജറ്റിൽ ഒരു ഫോൺ തരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. മീൻസ് വിൽ ഷോ യു 4K 30 FPS ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് എടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ വിഷ്വൽ ഫ്രം IQOO Z11x ഫ്രണ്ട് ക്യാമറ 4K 30 FPS. യൂസ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, അറിയാവുന്ന ഒരാളാണെങ്കിൽ, ലൈറ്റ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നല്ല ലൈറ്റിങ്ങിൽ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു ബഡ്ജറ്റിൽ. അവിടെ ബഡ്ജറ്റ് നിങ്ങൾ മറക്കരുത്. ഏറ്റവും ബെസ്റ്റ് ക്യാമറ അല്ലെങ്കിൽ 20,000 ഫോണൊന്നും എടുക്കണ്ട, ഇതെടുത്താൽ മതി, അങ്ങനല്ല. ഈ ബഡ്ജറ്റിന് ഇതിന് തരാൻ പറ്റുന്ന ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഇത് തരുന്നത്. ബട്ട് സ്റ്റിൽ ചില ലോ ലൈറ്റ് പെർഫോമൻസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ തന്നെ സാമ്പിൾ നോക്കോ.
ഞാൻ പറഞ്ഞല്ലോ പെർഫോമൻസ് കഴിഞ്ഞിട്ടേ ഇതിൻ്റെ ക്യാമറയൊക്കെ വരത്തുള്ളൂ. പെർഫോമൻസ്, ബാറ്ററി, ഡിസ്പ്ലേ ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിസ്പ്ലേയോടൊപ്പം ചേർത്തൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ വന്നിരിക്കുന്നത്. ബട്ട് 4K റെക്കോർഡിംഗ് കൊടുത്തേക്കുന്നത് ഇറ്റ് ഈസ് ഗുഡ്. പിന്നെ AI ടൂൾസ് ഉണ്ടല്ലോ, AI ക്രിയേഷൻ, സർക്കിൾ ടു സെർച്ച്, റിഫ്ലക്ഷൻ എറേസ്, അങ്ങനെ പറയുന്ന AI ടൂൾസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ആൻഡ് എക്സൈറ്റിംഗ് കാര്യം, Origin OS 6 നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തിട്ടുള്ള Origin OS ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു ഫോണിൽ വരുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. 2 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റും ആണ് IQOO പറയുന്നത്. അതേപോലെ സർവീസിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വിവോയുടെ സർവീസ് സെന്ററിലൊക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റും. സോ അഷ്യൂർഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, വിശ്വസിച്ച്. ആ ഒരു കാര്യത്തിൽ ഇത് ക്ലീൻ ആണ്. OS മാറിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മാറണമല്ലോ. ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് തൊട്ട് ഈ ലോ ബഡ്ജറ്റ് ഡിവൈസിൽ വരെ IQOOലും വിവോയിലും ഒക്കെ Origin OS 6 വരുന്നത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്, ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. ഇത് ആർക്കുള്ളതാണെന്ന് സ്പെസിഫൈ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ്, ബഡ്ജറ്റ് പിടിച്ചാണ് ഉപയോഗിക്കുന്നത്, അതിൽ പെർഫോമൻസിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ ബാറ്ററി നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, ക്യാമറ അത്യാവശ്യം ഓടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത്യാവശ്യം ഓൾറൗണ്ടറായിട്ട് കൈ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ചിലയിടത്തൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അത് മനസ്സിലാക്കിയിട്ട് മാത്രം എടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കുള്ള ഫോണാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് കോമ്പാക്ട് ഫോണാണ് വേണ്ടത്, അല്ലെങ്കിൽ ക്യാമറ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആണ്, ഡിസ്പ്ലേ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്കുള്ള ഫോൺ അല്ല. സോ തിങ്ക്, ആലോചിച്ചിട്ട് മാത്രം ഫോൺ എടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഫോണിനെ പറ്റിയുള്ള അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും.